അങ്ങനെ നമ്മുടെ അതിഥി കൊല്ലപ്പെട്ടു കേട്ടോ. കിച്ചണിൽ വെച്ചാണ് അതിഥി കൊല്ലപ്പെടുന്നത്. ഡെൻ ടീമിൻ്റെ അതിഥിയാണ് കൊല ചെയ്യപ്പെട്ടത്. എല്ലാവരും അവരവരുടെ അതിഥികളെ സംരക്ഷിക്കാൻ ഇങ്ങനെ തുടങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, ഗെയിം സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് തന്നെ ഒരു അതിഥി കൊല്ലപ്പെട്ടു, ഡെൻ ടീമിൻ്റെ അതിഥി. അവിടെ കിച്ചണിൻ്റെ ഏരിയയിലാണ് ഇവർ അതിഥിയെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ഗ്യാപ്പ് ഇല്ലാത്തൊരു സ്ഥലം കറക്റ്റായിട്ട് എതിർ ടീമിലെ ആളുകൾ വന്ന് ബലൂൺ പൊട്ടിച്ചു. ആദ്യം ഇവരുടെ അടുത്തേക്ക് വന്നത് നന്ദനയാണ്. നന്ദനെ ശ്രീതുവും അതേപോലെ ജാസ്മിനാന്ന് തോന്നുന്നു, അവർ രണ്ടുപേരും കൂടെ ബ്ലോക്ക് ചെയ്ത സമയത്ത് അപ്സര ആ ഗ്യാപ്പിൽ വന്ന് നമ്മുടെ ബലൂൺ കുത്തി പൊട്ടിക്കാനുണ്ടായത്. അങ്ങനെ അവിടെ ആ അതിഥി കൊല ചെയ്യപ്പെട്ടു. ഇവിടെ ജിൻഡോയ്ക്ക് ഒരു തെറ്റ് പറ്റി. കാരണം ജിൻഡോ മറ്റുള്ള ആളുകളുടെ ബലൂൺ പൊട്ടിക്കാൻ പോയ സമയം ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ നിന്നിട്ട്, അതായത് ജിൻഡോ ആ ബലൂൺ പിടിച്ച് ഒന്ന് ഒരു മല പോലെ ഫ്രണ്ടിൽ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അടുത്തേക്ക് വരാൻ മറ്റുള്ളവരൊന്നും മടിച്ചേനെ. മറ്റാരെങ്കിലും ആ ബലൂൺ പൊട്ടിക്കാൻ പുറത്തേക്ക് പറഞ്ഞയച്ചിരുന്ന ഒരു ഗെയിമാണ് കളിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ബലൂൺ പൊട്ടില്ല എന്ന് എനിക്ക് തോന്നി. അവിടെ ജിൻഡോയ്ക്ക് ചെറിയൊരു പിഴവ് പറ്റി. പിന്നെ വേറൊരു കാര്യം അവിടെ സംസാരിക്കുന്നുണ്ട്, ചെറിയൊരു അടി ജാസ്മിനും ജിൻഡോയും തമ്മിൽ ആയിട്ടുണ്ട്. അത് ഇനി വളർന്ന് വലിയ വഴക്കിലേക്ക് പോകുമെന്നറിയില്ല. എന്തായാലും ജിൻഡോയുടെ പിഴവിൽ അവിടെ നമ്മുടെ അതിഥി, ഡെൻ ടീമിൻ്റെ അതിഥി കൊല്ലപ്പെട്ടു.